നമ്മുടെ ക്ലിനിക്കിൽ കുട്ടികളെയുമായിട്ട് വരുന്ന മാതാപിതാക്കൾ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, മാം ഈ തെറാപ്പിയൊക്കെ ഇപ്പോഴേ 2.5 വയസ്സിൽ അല്ലെങ്കിൽ 3 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു 5 വയസ്സൊക്കെ ആകുമ്പോൾ വന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഏർലി ഇൻ്റർവെൻഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഏർലി ഇൻ്റർവെൻഷൻ എന്ന് നോക്കാം. പേര് പോലെ തന്നെ ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള ഇടപെടൽ എന്നാണ് പറയുന്നത്. 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മുതിർന്ന ഒരാളുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഏകദേശം 80% മുതൽ 90% വരെ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. കുട്ടിയുടെ മെമ്മറി, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ലാംഗ്വേജ് സ്കില്ല്, അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ, ഇതെല്ലാം ദ്രുതഗതിയിൽ വളരുകയാണ്. അപ്പോൾ ഈ ഒരു വളർച്ചയുടെ സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഈ ഏരിയയിൽ തോന്നിയാൽ ആ ടൈമിൽ തന്നെ നമ്മൾ സർവീസസ് ഇൻ്റർവെൻഷൻസ് കൊടുക്കുമ്പോൾ അതിന് ഏറെ പ്രയോജനമുണ്ടാവും. എന്നാൽ ഇന്ന് നമ്മുടെ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് പലപ്പോഴും പല മാതാപിതാക്കളും ഈ ഡെവലപ്മെൻറ്റൽ ഡിലേ ഒക്കെ കണ്ടെത്തി നമുക്ക് തെറാപ്പി സെൻറ്ററിലൊക്കെ വരുമ്പോൾ തന്നെ 4 വയസ്സൊക്കെ എത്തുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ആ കണ്ടെത്തുന്ന ആ സമയത്ത് തന്നെ ഏറ്റവും നേരത്തെ, പ്രത്യേകിച്ച് 5 വയസ്സിന് മുമ്പ് തന്നെ നമുക്ക് എത്രയും വേഗം ഇൻ്റർവെൻഷൻ കൊടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇനി നമുക്ക് ഏർലി ഇൻ്റർവെൻഷൻ്റെ 3 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, പ്രിവെൻറ്റീവ് എഫർട്ട് എന്ന് പറയും. അതായത് നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കൂടുതൽ വേഴ്സ് ആയിട്ടുള്ള ഒരു ഹാൻഡിക്യാപ്പിലോട്ടോ അല്ലെങ്കിൽ കണ്ടീഷനിലേക്കോ പോകാതെ ഇരിക്കാൻ വേണ്ടി നമ്മളൊരു പ്രിവെൻറ്റീവ് എഫർട്ട് എടുക്കാൻ ഏർലി ഇൻ്റർവെൻഷനിലൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ ഏർലി ഇൻ്റർവെൻഷൻ്റെ 3ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കോമ്പൻസേറ്ററി എഫർട്ട് എന്ന് പറയും. അതായത് നമ്മുടെ കുട്ടിക്ക് ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റിയിലേക്കാണ് പോകുന്നത് എങ്കിൽ കൂടുതലായി ഇൻ്റർവെൻഷനിലൂടെ അഡാപ്റ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ച് ആ ഡിസബിലിറ്റിയെ വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഡിസബിലിറ്റി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനും കുട്ടിയെ സഹായിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഡിലേസ് കണ്ടെത്തുകയോ സംശയം തോന്നുകയോ ചെയ്താൽ എത്രയും വേഗം തന്നെ ഏർലി ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഏർലി ഇൻ്റർവെൻഷൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.